ഹായ് ഓൾ, എല്ലാവരുടെയും ഈദ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ഈദും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഈദ് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ രണ്ടാം പെരുന്നാൾക്ക് പുറത്ത് പോയ ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ ഹാഫ് മൂണിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഡെസേർട്ടിൽ കുറച്ച് പേര് റൈഡിങ് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. ഒന്ന് ഇറങ്ങി കുറച്ച് നേരം ഇതിൻ്റെ റൈഡിങ് ഒക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞത് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോഴ്സ് റൈഡിംഗ് ഉള്ള ഹാഫ് മൗണ്ട് ബീച്ചിൻ്റെ സൈഡിലേക്ക് നമ്മൾ പോയിട്ടോ. അവിടെ പോയതും കുറേ പേര് ഇങ്ങനെ ഹോഴ്സും ക്യാമലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ. കുറേ പേര് കയറുന്നുണ്ട് കേട്ടോ. ലേഡീസ് ആയാലും ജെൻസ് ആയാലും കിഡ്സ് ആയാലും ഒക്കെ കയറുന്നുണ്ട്. ഇവാനോ ക്യാമലിനെ കണ്ടപ്പോൾ തന്നെ അതിനെ വിളിക്കുകയാണ് കേട്ടോ, ക്യാമൽ പറഞ്ഞിട്ട്. ഇവാനുവിനെ ക്യാമലിൽ കയറണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇക്ക പറഞ്ഞു ഹോഴ്സിൽ കയറ്റി വിടാമെന്ന് പറഞ്ഞിട്ട് അതിൽ കയറ്റാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഒരു കുട്ടി ഹോഴ്സാണ് നോക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു നല്ല ചന്തമുള്ള ഒരു ഹോഴ്സിനെ കിട്ടിയിട്ടോ. ഇവാനു കണ്ടതും അതിലേക്ക് കയറിയിരുന്നു കേട്ടോ. അവനെ ഭയങ്കര ഇൻട്രസ്റ്റ് കൊടുക്കാനാണ് കേട്ടോ കയറിയിരുന്നത്. ഞാൻ വിചാരിച്ചു അവന് ചെറിയ പേടിയൊക്കെ ഉണ്ടാവുന്നു, പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കുറച്ച് ഡിസ്റ്റൻസ് വരെ കൊണ്ടുപോകും, അവിടെ നിന്ന് പിന്നെ റിട്ടേൺ കൊണ്ടുവരും. അതാണ് അത്രേ ഉള്ളൂ കേട്ടോ. അതിന് ഒരു 10 റിയാലാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഏകദേശം എല്ലാവരും അതൊക്കെ തന്നെയാണ് കേട്ടോ റേറ്റ്. ഇവാനുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അവന് ഒരു റൈഡ് പോയി വന്നതിന് ശേഷം വീണ്ടും അവന് വേണം പറഞ്ഞിട്ട് 2 റൈഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അവന്. പിന്നെ അത് കഴിഞ്ഞതും അവൻ പറയണത് ക്യാമലിൽ പോകണം എന്നാണ് കേട്ടോ. പിന്നെ ക്യാമലിൽ നമ്മൾ കയറ്റിയില്ല. ഈ അനുവിനെയും കൂടി ഇരുത്തിയിട്ടൊരു ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്ന സമയത്ത് ഞാൻ അവനെ ഇരുത്തിയിട്ടൊരു ഫോട്ടോ എടുക്കാൻ നോക്കി, പക്ഷെ അവൻ ഇരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം പേടിച്ചു തോന്നുന്നു. അങ്ങനെ പേടിച്ചിട്ട് അപ്പോൾ ഞാൻ വേഗം അവനെ ഫോഴ്സ് ചെയ്യാണ്ട് വേഗം എടുത്തു കേട്ടോ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ, ഫുഡും ജ്യൂസിൻ്റെയൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും ജ്യൂസോ സ്നാക്കോ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ നിർത്തിയപ്പോഴാണ് ഈ കൈറ്റ് ഇങ്ങനെ പറപ്പിക്കുന്നത് അങ്ങനെ കണ്ടത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ കാണാനും. ഇവാനും ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. നമ്മൾ ആക്ച്വലി ബോട്ടിംഗ് കൂടിയും പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് കേട്ടോ. പക്ഷെ നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് 5 മണിക്ക് തന്നെ അത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ബീച്ച് സൈഡ്. അപ്പോൾ അങ്ങോട്ട് പോവുക, അവിടെ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം എന്നായിരുന്നു പ്ലാൻ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആ സ്പോട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങോട്ട് പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുക, എന്നിട്ട് പിന്നെ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവുക എന്നാണ് പ്ലാന്. നമ്മൾ അങ്ങനെ അവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടമായി. അവിടെ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ, ഫാമിലീസൊക്കെ ആയിട്ട് അവിടെ മാറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് പേര് ഫിഷിങ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഇവാനും നല്ല ഉറക്കമായിട്ടോ. അപ്പോൾ അവർ ഉറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ കിട്ടിയൊരു ടൈമായിട്ട് ഞങ്ങളവിടെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. എനിക്ക് ഈ സെറ്റപ്പ് നല്ല ഇഷ്ടമായി കേട്ടോ. അവർ ഫാമിലി ആയിട്ട് വന്ന് മാറ്റൊക്കെ വിരിച്ച് ടേബിളൊക്കെ വെച്ച് ഫുഡൊക്കെ കൊടുന്ന് ലൈറ്റൊക്കെ ചെയ്ത് ഫിഷിങ്ങൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു വൈബായിരിക്കും അല്ലേ. ഇവർ ഇനി മോർണിംഗ് വരെ ഉണ്ടാവും തോന്നുന്നു. നമ്മൾ കുറച്ച് നേരം അവരിങ്ങനെ ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്നതും പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഫാമിലി ആയിട്ട് പാർക്കിലുണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോവാൻ വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.
നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പോയിരുന്ന അതേ പാർക്കിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഫാമിലി കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവന് കളിക്കാനും ആളാവും. ഇവാനുവിന് എപ്പോഴും പാർക്കിൽ പോയി കളിക്കുക പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പാർക്കിലേക്ക് തന്നെ പോവണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ഭയങ്കര കളിയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവരും പാടെ ഒന്നിച്ച് ബാക്കിലോട്ട് കയറിക്കൊണ്ടിരിക്കുക സ്ലൈഡിൽ. അപ്പോൾ ഞാൻ അങ്ങനെ കയറരുത്, സ്റ്റെപ്പ് വഴി കയറിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൻ കേൾക്കുന്നേ ഇല്ല. അവൻ കളീൻ്റെ ഭയങ്കര എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവാനും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു മാറ്റ് വിരിച്ച് നിലത്ത് ഇരുന്ന് അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇയാനും ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അവനിപ്പോൾ ഇത് ആ ബോട്ടിലാണ് വേണ്ടതുള്ളൂ കേട്ടോ. അവന് ടോയ്സൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ അതൊന്നും അവനെടുത്ത് കളിക്കില്ല കേട്ടോ. അവനിങ്ങനെ കുപ്പി, ഗ്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. ഇവാനും അങ്ങനെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഫുഡ് കഴിച്ച് അങ്ങനെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ബായ്.